അപ്പൊ നമുക്ക് പഞ്ചമിയുടെ മേക്കപ്പ് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഗായത്രി നായർ, അമ്മ അംബിക രമേശ് ദേ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. 3 ലുക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഏതൊക്കെയാണെന്നറിയോ? കല്യാണ തലേന്ന്, അതിനുശേഷം ഓഡിറ്റോറിയത്തിൽ വേറൊരു ലുക്കുണ്ട്. അതായത് കല്യാണം ടെമ്പിളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതിന് മുന്നേ 3 ലുക്കിന്റെ ഒരു ജസ്റ്റ് ഒരു ഗ്ലിംസ് നിങ്ങളെ കാണിക്കാം. 1, 2, 3. ഹലോ പഞ്ചമി. അപ്പൊ പഞ്ചമിയുടെ ഇല്ലേ നല്ല ബ്രൈറ്റ് കളറിലെ റെഡ് ഡ്രസ്സാണ്. നമുക്ക് മേക്കപ്പ് സട്ടിലായിട്ട് കൊടുത്തിട്ട് ലിപ്സ്റ്റിക്ക് മാത്രം ഇച്ചിരി ബ്രൈറ്റ് ആയിട്ട് കൊടുത്താൽ 2 ഗുണമാണ്. എന്താണെന്നറിയോ? ഫേസ് ഒന്നുകൂടി ബ്രൈറ്റ് ആയിട്ട് തോന്നുകയും ചെയ്യും. ഫോട്ടോസിലും വീഡിയോസിലും നല്ല ഭംഗിയായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ, മേക്കപ്പും ഒരു ടോൺ ബ്രൈറ്റർ ആയിട്ട് കൊടുത്തിട്ട് ലിപ്സ്റ്റിക്ക് വളരെ ന്യൂഡായിട്ട് കൊടുത്തും നമുക്ക് ചെയ്യാം. സ്ഥിരമായിട്ട് പഞ്ചമി ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്ന ആളാണോ? ബ്രൈറ്റ് ഷെയ്ഡ് ഇടും? ഒത്തിരി ബ്രൈറ്റ് അല്ല, നോർമൽ ആയിട്ട്, ന്യൂഡല്ല. അപ്പൊ പഞ്ചമിക്ക് എങ്ങനത്തെ സ്റ്റൈലിലോട്ട് പോകാനാണ് താല്പര്യം? ഞാൻ 2 ഓപ്ഷൻ തന്നില്ലേ? മേ ബി ഫസ്റ്റ് വൺ ഈസ് ബെറ്റർ. ഫസ്റ്റ് വൺ, അതായത് ഫൗണ്ടേഷൻ ലിപ്സ്റ്റിക്. അതായത് എനിക്ക് ഒന്ന് റെഡിന്റെ ലിപ്സ്റ്റിക് തന്നെ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. റെഡ് നമ്മൾ നോർമൽ അറ്റാന്റെ കൂടെ ഫുൾ മേക്കപ്പ് ഒന്നും ഇടാതെ ഇടുമ്പോൾ റെഡിന് അത്രയും ഒരു ഭംഗി വരില്ല. പക്ഷെ മേക്കപ്പ് ഇട്ടിട്ട് റെഡ് കൊടുക്കുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ പോകാം. അപ്പം ഒരു സ്മോക്കി പോലെ, അതായത് ലൈൻ ഒന്നും കാണത്തില്ല, എന്നാൽ നമ്മൾ ബ്ലാക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. ഇങ്ങനെ ചെയ്യാനാണ് താല്പര്യം. അതായത് ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഇപ്പം നാളെ നമ്മൾ അമ്പലത്തിലെ ലുക്കിന് ഫുൾ അഴിച്ചിടുന്നുണ്ട്, 2ാമത്തെ ലുക്കിന് പിന്നിട്ട് പൂ വയ്ക്കുന്നുണ്ട് ട്രഡീഷണൽ സ്റ്റൈലിൽ. ഒന്നുകിൽ ഒരു ബ്രെയ്ഡിങ് ഓപ്ഷൻ കൊടുക്കുക, ഇങ്ങനെ ബ്രെയ്ഡ് ചെയ്ത് സൈഡിലേക്ക് ഇടുന്ന ഒരു ഓപ്ഷൻ, മെസ്സി ബ്രെയ്ഡിങ് ചെയ്തു. അല്ലെങ്കിൽ ഫുൾ അഴിച്ചിട്ടിട്ട് ഫ്രണ്ടിൽ മാത്രം മെസ്സി കൊടുക്കുന്ന രീതിയിൽ ചെയ്യാം. ഫ്രണ്ട് മെസ്സി വേണ്ട, ഫ്രണ്ട് നീറ്റ് ലുക്കാണ് ഇഷ്ടം. അപ്പോൾ ബാക്കിൽ സ്ട്രെയിറ്റ് ലുക്ക് കൊടുക്കട്ടെ, നല്ല സ്ട്രെയിറ്റ് ലുക്ക്. ഓക്കെ, ഒരു നല്ലൊരു പീകോക്കിന്റെ ഒരു ബ്രോച്ചൊക്കെ വെച്ചു ഈ ഹെയറിനെയാണ് നമ്മൾ സെറ്റാക്കി. നീറ്റ് ലുക്കും ഹെയർ സ്റ്റൈൽ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ വളരെ നീറ്റ് ലുക്ക്, ഒരുപാട് മുടി പൊക്കാതെ എന്നാൽ ചെറുതായിട്ടൊരു സ്ട്രാൻഡ് വരുന്ന രീതിയിൽ ഹെയർ സ്റ്റൈലും ചെയ്ത് ഫസ്റ്റ് ലുക്ക് ഡൺ. ഈ മോളുടെ റിസപ്ഷൻ്റെ ഇന്നലെ എല്ലാവരും കണ്ടല്ലോ. ഇന്നിപ്പോൾ നമുക്ക് കല്യാണത്തിൻ്റെ ലുക്കിലോട്ട് പോകാം. ഇതിൽ 2 ലുക്കുണ്ട് കേട്ടോ. ശരിക്കും 2 ലുക്ക് ഉള്ളത് കാരണമില്ലേ, ടെമ്പിൾ ലുക്കിലും ആദ്യത്തെ ലുക്കിലും ചേരുന്ന രീതിയിലാണ് കുറേയൊക്കെ ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഫുള്ള് സെക്കൻഡ് ലുക്കിൽ മാറ്റാനുള്ളൊരു ടൈം കിട്ടില്ല. സെക്കൻഡ് ലുക്ക് നമ്മൾ ഹെയർ സ്റ്റൈലും ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ബേസിക് ഒരു ടോൺ ഒക്കെ മാറ്റാൻ പറ്റുള്ളൂ. അപ്പം ഇത് 2നും മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ. ഇത് നല്ലൊരു തിളങ്ങുന്ന കോപ്പർ ഷെയ്ഡാണ്. ഇതിൻ്റെ തിളക്കം കണ്ടോ? ശരിക്കും ഈ ഷെയ്ഡ് മാത്രം ഇട്ടാൽ നല്ല ഭംഗിയാണ്. ലുക്ക് നമ്മൾ വളരെ ഒരു സിമ്പിൾ ഒരു ലുക്കാണ്. അതായത് അമ്പലത്തിൽ വെച്ചല്ലേ താലികെട്ട്, അപ്പൊ അതിന് മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ ഒരു ഹെയർ സ്റ്റൈൽ. എന്തെങ്കിലും പർട്ടിക്കുലർലി വേണം എന്ന് വല്ല ആഗ്രഹം ഉണ്ടോ? അങ്ങനെ എന്തില്ല, നല്ലതായിരിക്കും. നല്ലൊരു അടിപൊളി ഡിമ്പിൾ ഉണ്ട്. ഒന്ന് ചിരിച്ചതാ കണ്ടോ? നല്ല രസമാണ്. ഗുഡ് മോർണിംഗ് അമിനി. ശരിക്കും നല്ല ട്രഡീഷണൽ സ്റ്റൈൽ നന്നായിട്ട് ചെയ്യുന്നുള്ള ബ്രൈഡാണെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നിയ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും പഞ്ചമിക്ക് ഇഷ്ടമായോ? പഞ്ചമി ഇന്നലെ പറയാം, നമ്മുടെ വീഡിയോയുടെ സ്ഥിരം വ്യൂവറാണ്, 2-3 വർഷമായിട്ട് നമ്മളെ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ലുക്ക് ടു കംപ്ലീറ്റ്. തേർഡ് ലുക്കിന് വേണ്ടി ടെമ്പിളിലൊക്കെ പോയി താലിയൊക്കെ കെട്ടിക്കഴിഞ്ഞ് ആളെത്തി. നമുക്ക് എല്ലാം മാറ്റാനുള്ള സമയം കിട്ടിയില്ലെങ്കിലും പാർട്ട്ലി നമ്മൾ മേക്കപ്പ് മൊത്തം മാറ്റേണ്ട ആവശ്യമില്ലായിരുന്നു. ബേസിക് ഫൗണ്ടേഷൻസ് ഒന്നും തൊട്ടില്ല, അത് അതേപടി കീപ്പ് ചെയ്ത്. കാര്യം അതിനൊന്നും ഒരു കോട്ടവും തട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഐ മേക്കപ്പും മാറ്റി, ലിപ്സ്റ്റിക് മാറ്റി, അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമാണ് വരുത്തിച്ചത്.
എന്നിട്ട് മൂന്നാമത്തെ ലുക്കിലേക്ക് നമ്മൾ ആളെ ഒന്ന് റെഡിയാക്കി എടുത്തു. എല്ലാ ആഭരണങ്ങളും ഒക്കെ ഇട്ട് നല്ലൊരു ട്രഡീഷണൽ കേരള ബ്രൈഡായിട്ട്. അപ്പോൾ വ്യൂവേഴ്സ് എല്ലാവരും മറക്കാതെ കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം വളരെ വാല്യുബിൾ ആണ്. അത് പറഞ്ഞപ്പോൾ ഇടയ്ക്ക് എനിക്കൊരു കമൻറ്റ് വന്നു, നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം വളരെ വാല്യുബിൾ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങനെ വാല്യുബിൾ ആയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല. ഓരോ കറക്ഷൻസും ഓരോന്നും വ്യത്യാസങ്ങൾ വരുത്തുന്നതും ഒക്കെ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ കമൻസിൻ്റെ ബേസിസിൽ തന്നെയാണ്. സോ കീപ് കമൻറ്റിങ്, ദാറ്റ് വിൽ ഹെൽപ്പ് us a lot. Thanks in advance. Until the next video, bye from Team Thanava Beauty Lounge and good day to all my viewers. Bye and take care.